നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി വേഴ്സസ് ഫുൾഹാം 1-0 മാച്ച് റിവ്യൂയിലേക്ക് എവർക്കും സ്വാഗതം. നൗ ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ഫാൻസ് നമ്മൾ വല്ലാണ്ട് ഓവർലി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീമിനെ, അല്ലെങ്കിൽ ഓവർലി ഫോക്കസ്ഡ് ആണ്. അതായത് നമ്മൾ ഈ കല്യാണ സദ്യയൊക്കെ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വല്ല ഒരു സിറ്റുവേഷനിലായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ പോലും നമ്മൾ മിസ് ചെയ്യുന്നു. ഞാനിത് പോച്ചറ്റിനോനെ ഡിഫെൻഡ് ചെയ്യാനോ പ്ലേയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാനോ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് മിഡിൽസ്ബ്രോ ആയിട്ട് തോക്കുകയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസും പിന്നെ കളി ജയിക്കുന്ന രീതികളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന ഓവർലി ഫോക്കസും ഫ്രസ്ട്രേഷനും വരാം. പക്ഷേ ദ റിയാലിറ്റി ഈസ് ദിസ്: നമ്മുടെ ടീമിൽ ഇന്ന് കളിക്കാൻ ഇറങ്ങിയ കോൾ പാൽമർ, ഹു ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. നോണി മാഡോക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കിടക്കട്ടെ. അമാൻഡോ ബ്രോയ, അതിനെ കുറിച്ച് ഞാൻ പറയാം. റഹീം സ്റ്റേർലിങ്ങിനെ ഒഴിവാക്കിയേക്ക്. ഈ സാധനത്തിനെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻസോ ഫെർണാണ്ടസ്, കൈസെഡോ, ഗുസ്തോ, കോണർ ഗാലഹർ ആൻഡ് ലെവൈ കോൾവിൽ, 7 പേര് ഒരു ടീമിൽ 23 വയസ്സിന്റെ താഴെയാണ്. 7 പേര് ഒരു ടീമിൽ. യെസ്, ദേ ആർ ഓൾ ക്വാളിറ്റി പ്ലേയേഴ്സ്. 23 വയസ്സ് താഴെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് പോച്ചറ്റിനോ നല്ലൊരു കോച്ച് എന്ന് ഞാൻ പറയുന്നില്ല. ഏതൊരു കോച്ചിന് ഈ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനകത്ത് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമുക്കിപ്പോ ആണെങ്കിൽ പറയാമേ ഇല്ല ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ തകർക്കും, ഡിസർബി വന്നു കഴിഞ്ഞാൽ മാസ് സാധനം കാണിക്കും, ഈ സാധനം കാണിക്കും. ആ ഷാബി അലോൺസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ 2 പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഒരു സീസണിൽ തന്നെ അടിക്കുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് റിയാലിറ്റി ഈസ്, നമ്മൾ ഈ പറയുന്ന പ്രായത്തിന്റെ ഉള്ള ഇൻഎക്സ്പീരിയൻസിന്റെ ഇൻകൺസിസ്റ്റൻസി നമ്മൾ ഏതൊരു കോച്ച് വന്നാലും പ്രതീക്ഷിക്കണം. അപ്പൊ അന്നതോടെ നമ്മൾ ഇന്നത്തെ റിവ്യൂ തുടങ്ങുകയാണ്. ലൈനപ്പ് പറയുകയാണെങ്കിൽ സർപ്രൈസിംഗ് അല്ല. ലെബി കോൾവിൽ വീണ്ടും ലെഫ്റ്റ് ബാക്കിൽ, സത്യം പറഞ്ഞ എന്തിനാവിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്കിൽ ഇട്ടേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാച്ച് അവസാനമായപ്പോഴത്തേക്കും ആ ചോദ്യത്തിനൊരു ക്ലാരിറ്റി വന്നു. പിന്നെ കോണർ ഗാലഹർ ആസ് എ നമ്പർ 10, പാൽമർ ആസ് റൈറ്റ് വിങ്ങർ. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു വൈ നോട്ട് നോണി മാഡോക്കെ. അപ്പൊ ഞാൻ പറയുന്നു, സി, പാൽമർ ഇസ് നോട്ട് എ നമ്പർ 10. ആ നമ്പർ 10 സ്പേസ് കളിക്കാൻ അറിയുന്ന ഒരു പ്ലെയർ അല്ല. ഹി ഈസ് ബ്രില്യന്റ് അറ്റ് വൺ പൊസിഷൻ. ആ റൈറ്റ് വിങ്ങിൽ അവിടെ ഇട്ട് തന്നെ അവനെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഈ പറയുന്ന പോലെ മൾട്ടി ടാലന്റഡ് പ്ലേയേഴ്സ്, എന്ത് മൾട്ടി ടാലന്റഡ് പ്ലേയേഴ്സ്, ഒരു പ്ലെയറിന് അവിടെ ഇട്ട് തന്നെ അവർ കളിപ്പിച്ച് ഡെവലപ്പ് ചെയ്യിക്കണം. അതിന് വലിയ മൾട്ടി ടാലന്റ് ഒക്കെ കൊണ്ടുവന്ന ആൾക്കാരെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് വിങ്ങിൽ ഇടാണെന്നുണ്ടെങ്കിൽ റൈറ്റ് വിങ്ങിട്ട് തന്നെ അവിടെ കളിപ്പിക്കാൻ. ഐ തോട്ട് ഹിസ് പൊസിഷനിങ് വാസ് ഗുഡ്. എൻസോ കൈസഡോ ഡബിൾ പിവറ്റിൽ. ഫൈനലി എൻസോ ഫെർണാണ്ടസ് നമ്പർ 10 അല്ല കളിപ്പിച്ചത്. ഗുസ്തോ ആസ് എ റൈറ്റ് ബാക്ക്. ആദ്യ പകുതിയിൽ 20 മിനിറ്റ് ഇന്റൻസിറ്റി ഒക്കെ കൊള്ളാമായിരുന്നു. നമുക്ക് കുറച്ച് ത്രൂ ബാൾസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. പിന്നെ അങ്ങോട്ട് നമ്മളിങ്ങനെ ഈ 20 മിനിറ്റ് ചെൽസിയിൽ ഫ്രാങ്ക് ലാംപാർഡ്, തോമസ് ടൂക്കൽ മുതലുള്ള ഒരു കാലമാണ്. 20 മിനിറ്റ് നമ്മൾ കളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വയ്യ. പിന്നെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കുറെ പാസ് ചെയ്തു, ബോറടിച്ചു. നമ്മളിപ്പോ എന്താ കാണിക്കണമെന്നായിപ്പോയി. ഒരു ആർക്കോ വേണ്ടി നമ്മൾ ക്രോസ് ഇടുന്നു, ആരും ഇല്ല അവിടെ ക്രോസ് എടുക്കാൻ വേണ്ടിയായിട്ട്. അങ്ങനെയായിട്ട് കളിച്ച് തട്ടി അവസാനം ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. കോൾ പാൽമർ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യുന്നു. അവൻ ഷോട്ട് എടുക്കാൻ പോകണമെന്ന് പറയുന്നതിന് പകരം ഒരു റിവേഴ്സ് പാസ്, ബ്യൂട്ടിഫുൾ ലേ ഓഫ്. റഹീം സ്റ്റേർലിംഗ് അത് ബോൾ ടച്ച് ചെയ്തു ഷൂട്ട് എടുക്കാൻ പോണതിന് പകരം ഫേക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും, പിന്നെ റഹീം സ്റ്റേർലിംഗ് ആണല്ലോ, ഒരു ഫൗള് നമ്മുടെ ബ്രൈറ്റന്റെ പ്ലെയർ ആ ബോൾ തട്ടിയെടുക്കാൻ പോകുമ്പോഴത്തേക്കും ചെറുതായിട്ട് റഹീം സ്റ്റേർലിംഗിന്റെ ഒരു കാല് തട്ടി. പിന്നെ സ്റ്റേർലിംഗ് പിന്നെ ആര് കാല് തട്ടിയില്ലെങ്കിലും പുള്ളിക്കാരൻ വരുമ്പോൾ തന്നെ റഹീം സ്റ്റേർലിംഗ് തീരുമാനിച്ചു ഞാൻ ഡൈവ് ചെയ്യുന്നുള്ളത്. ഡൈവ് ചെയ്തു. അത് പെനൽറ്റി, ഏതൊരു രീതിയിലും പെനൽറ്റിയാണ്. സോഫ്റ്റ് പെനൽറ്റി, ഹാർഡ് പെനൽറ്റി, ദാറ്റ് വാസ് എ ക്ലിയർ പെനൽറ്റി. ആൻഡ് കോൾഡ് പാൽമർ ആയിട്ട് ഹി ഫിനിഷസ്. അതോടെ 1-0. അതോടെ നമ്മൾ ലീഡ് ചെയ്യുന്നു. രണ്ടാം പകുതി വരുന്നു. ഫുൾഹാം സ്റ്റാർട്സ് അറ്റാക്കിംഗ് അസ്. നമ്മളും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് 1-2 ചാൻസസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ സ്വാഭാവികം അന്നത്തെ പോലെ നമ്മൾ കൺവേർട്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കളി ഇങ്ങനെ പോയിക്കുന്നു. അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നു. കാരണം ഫുൾഹാം കംസ് ഓൺ ഫുൾ ഓൺ അറ്റാക്ക്. അവർ ഈ മറ്റേ സെറ്റ് പീസസിലൊക്കെ എടുക്കുന്നു. ആ സെറ്റ് പീസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പക്ഷെ വി ഹോൾഡ് ഓൺ. നമ്മൾ ആ പറയുന്ന ആ ഒരു എൻറ്റയർ 10 മിനിറ്റ് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്നു. നമ്മളെ കുറച്ച് പേടിപ്പിക്കാനും വെറുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സീനുകളൊക്കെ ആയിട്ട്. പക്ഷെ അവസാനം ജയിച്ചു. 3 പോയിന്റ്. ഞാനിപ്പോ ന്യൂകാസലിന്റെ കളി കണ്ടു, മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള. അപ്പൊ ന്യൂകാസൽ തോറ്റ സ്ഥിതിക്ക് നമ്മൾ എന്നാലും ന്യൂകാസലിന്റെ മേളിൽ തന്നെയാണ്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ബ്രൈറ്റന്റെ തൊട്ടടുത്തുണ്ട്. ബ്രൈറ്റന്റെ ഒപ്പം തന്നെയാണ് പോയിന്റ് ഇരിക്കുന്നത്. അപ്പൊ ടോപ്പ് 6 നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ട്രൈക്കർ വന്നിരുന്നെങ്കിൽ നമ്മൾ ടോപ്പ് 6 ഉണ്ടായേനെ. ഇപ്പോ ടീം മെച്ചപ്പെടുകയോ ഇല്ല എന്നുള്ളതല്ല, ടോപ്പ് 6. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ടോപ്പ് 6 നിന്ന് ആൾക്കാരെ എടുത്ത് വെച്ചാൽ തെറിയും വിളിക്കാമല്ലോ, 10ാം സ്ഥാനത്ത് നിൽക്കണ്ടല്ലോ. അതുകൊണ്ടൊരു ചെറിയൊരു പോസിറ്റിവിറ്റി, 3 പോയിന്റ് കിട്ടി എന്നുള്ളത് തന്നെ വളരെ സന്തോഷം. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കഴിഞ്ഞ 4 കളികളായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയോ നമ്മൾ ജയിക്കുന്നുണ്ട്. നമുക്കിപ്പോ അത് നമ്മൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടൊക്കെ കളിച്ചിട്ട് നമുക്ക് അവസാനം ജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ജയിച്ചു. ആൻഡ് ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. അപ്പോൾ ഉദാഹരണത്തിൽ ക്രിക്കറ്റിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ആരാ ജയിച്ചു? ഓസ്ട്രേലിയ. ആരും അടിപൊളിയായിട്ട് മൊത്തം അതുവരെ കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ. കാര്യമില്ല. അവസാനം ട്രോഫീസ് മാറ്റർ അല്ലേ? അപ്പൊ ആ ട്രോഫീന്റെ പേര് പറയാൻ നേരം നമുക്ക് 3 പോയിന്റ് കിട്ടി, സന്തോഷം. നമുക്കപ്പോൾ ഇനി സംസാരിക്കാനുള്ളത് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച്, കോച്ചുകളെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പ്ലെയർ പെർഫോമൻസ്. ഇതിലാണ് നമുക്ക് കുറച്ച് ടോപ്പിക് സംസാരിക്കുന്നത്. ഐ തോട്ട് പെട്രോവിച്ച് വാസ് എക്സെപ്ഷണൽ. 2 സേവ്, 2 കിഡു സേവ്, ബ്രില്യന്റ്, ലോട്ട് കാം അണ്ടർ പ്രഷർ, ക്ലീൻ പാസിംഗ്, ഒരു ടെൻഷനും ഇല്ല. ചെക്കൻ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സൈക്കോളജിക്കലി നമ്മളൊരു സേഫ്റ്റി പോലെ ഫീൽ ചെയ്യുന്നു. എത്ര നാളുകൾക്ക് ശേഷം ഒരു ഗോൾ കീപ്പർ തന്റെ പ്രസൻസ് അവിടെ അറിയിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് മിക്കവരും ട്വിറ്ററിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹി സ്ലോലി ഗ്രോയിങ് ഇൻ ടു ഇറ്റ് എന്നുള്ളത്. ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഫുട്മോബ് അത് 8.1 റേറ്റിംഗ് ഔട്ട് ഓഫ് 10. ഐ വുഡ് സേ 9 ഔട്ട് ഓഫ് 10. പ്രത്യേകിച്ച് ക്ലീൻ ഷീറ്റ് വെച്ചല്ലോ, നമുക്ക് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ക്ലീൻ ഷീറ്റ് വെച്ച് 9 ഔട്ട് ഓഫ് 10. സിൽവ, ദിസാസി, കോൾവിൽ, ഗുസ്തോ. അതിൽ സിൽവയും ദിസാസിയും ഗുസ്തോയ്ക്ക് ഇവർ 3 പേർക്ക് യെല്ലോ കാർഡ് ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഐ തിങ്ക് സിൽവ ആൻഡ് ദിസാസി വാസ് എക്സലന്റ്, വെരി ഗുഡ്. ഒരു ചെറിയൊരു എറർ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഐ തിങ്ക് സിൽവയുടെ ആന്റിസിപ്പേഷൻ മൂവ്മെന്റ്, ദിസാസി ഒരു അഗ്രസീവ് ഡിഫൻഡർ അല്ല, ഒരു റിയാക്റ്റീവ് ഡിഫൻഡർ ആണ്. പക്ഷെ എന്നാലും അവർ രണ്ടുപേരും അവരുടെ ദൗത്യം മനോഹരമായിട്ട് നിർവഹിച്ചു. ഏരിയൽ ബോൾസ് ഒക്കെ ഒരുപാട് വിൻ ചെയ്തു. അങ്ങനെ ഒരുപാട് നമ്മൾ ഈ പറയുന്ന പോലെ ഒപ്പോണന്റിന് ഒരു സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവര് രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗുസ്തോ ഓൺ ദി അതർ ഹാൻഡ് ഓൾസോ ഹാഡ് എ ഗുഡ് ഗെയിം. ബട്ട് വെരി 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 ലക്കി റെഡ് കാർഡ് കിട്ടാത്തതിന്റെ. ഇറ്റ് വാസ് എ ക്ലിയർ റെഡ് കാർഡ് ഡേ ഇൻ ഡേ ഔട്ട്. എങ്ങനെ നോക്കിയാലും അത് റെക്കോർഡായിരുന്നു. അത് ബോൾ എടുത്തു, വില്യനെ പോയി ഒരു ചൗട്ടാണ് കൊടുത്തത്. ദാറ്റ്സ് എ 100% റെഡ് കാർഡ് ഇൻ മൈ ഒപ്പീനിയൻ. ചെൽസി ഫാനായ നിലയിൽ ഞാൻ പറയണം, ദാറ്റ്സ് എ 100% റെഡ് കാർഡ്. നേരെ മറിച്ച് നമ്മൾ കളിച്ചിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡോ ലിവർപൂളോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആന്റണി ടൈലർ സ്വാഭാവികമായിട്ടും അത് പ്രഷറിൽ വന്നേനെ, ദേ വുഡ് ഹാവ് ഗിവൺ റെഡ് കാർഡ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 100% റെഡ് കാർഡ്. ഹി വാസ് വെരി 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 ലക്കി ഈ ഒരു കേസ് പറയാൻ നേരത്ത്. ഗുസ്തോ അവിടെ നിന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹിസ് പ്ലേസ്മെന്റ് വാസ് ഗുഡ്. പൊസിഷനിങ്, ഔട്ട് ഓഫ് പൊസിഷനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല ക്രോസ് കൊടുത്തു. ബ്രോയെ അത് ഷോട്ട് പോലും എടുത്തില്ല. ബ്രോയനെ കുറിച്ച് ഞാൻ പറയാം. ആൻഡ് ഗുസ്തോ. ബട്ട് ലെവേ കോൾവിൽ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. ഞാൻ പോസ്റ്റ് മാച്ചിൽ ലെവേ കോൾവിൽ അത്രയ്ക്ക് നല്ലോണം പെർഫോം ചെയ്തു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ട്വിറ്ററൊക്കെ പോയി ചെക്ക് ചെയ്തത്. പുള്ളിക്കാരനെ അപ്പോഴാണ് ഓർമ്മ വന്നത്. പുള്ളിക്കാരന് 1-2 റൺസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ ആ പൊസിഷൻ നല്ലോണം ബിൽഡ് ചെയ്തു. ആ ആദ്യത്തെ ഷോട്ട് ശരിക്കും പറഞ്ഞാൽ കൺസീഡ് ചെയ്ത ലെവി കോൾവിലിന്റെ ഒരു അൺഅവയർനെസ് കാരണമാണ്. അതായിരുന്നു കുറച്ച് എനിക്ക് ലെവി കോൾവിനെതിരെയുള്ള ഒരു ബയസ് തോന്നിയത്. പക്ഷേ ഓവറോൾ മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ലെവി കോൾവിന്റെ പെർഫോമൻസ് വാസ് ബ്രില്യന്റ്. ടോപ്പ് പെർഫോമൻസ്. ഒരു 8.5 ഔട്ട് ഓഫ് 10 തന്നെ പെർഫോം ചെയ്യാം. ആ ലെവി കോൾവിൽ പ്രത്യേകിച്ച് ഉള്ളിലേക്ക് പോയി അറ്റാക്ക് ചെയ്ത് മറ്റേ ഒരുപാട് ബോളൊക്കെ എടുത്ത് പ്രോഗ്രസീവ് റൺ ചെയ്തതിൽ 100% ബ്രില്യന്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സോ ടോപ്പ് പെർഫോമൻസ്. അതോടെ തന്നെ നമ്മുടെ 200 million midfielders played like 200 million midfielders. So happy to see it. Caicedo was excellent. Enzo Fernandez was fantastic. ലിവർപൂളിന് ശേഷം എൻസോ ഫെർണാണ്ടസിന്റെ ഒരു ടോപ്പ് പെർഫോമൻസ്. ആൻഡ് ഇതിന് ക്രെഡിറ്റ് ടു പോച്ചറ്റിനോ. കാരണം നമ്മൾ ചീത്ത വിളിച്ച് അവസാനം എൻസോ ഫെർണാണ്ടസിന്റെ ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കറിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു ത്രെട്ടാക്കി മാറ്റി. ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളിക്കാരന് ഡീപ് ലൈൻ പ്ലേ മേക്കർ ആക്കണം. അറ്റാക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണം. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിറ്റ് കൈസറോയുടെ ഫാന്റാസ്റ്റിക് ജോബ്. ഒരുപാട് അറ്റാക്സ് പുള്ളിക്കാരൻ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഒരു അൺഫോർച്ചുനേറ്റ് ഒരു ഫൗൾ, ഒരു യെല്ലോ കാർഡ് കിട്ടിയെന്നല്ലാണ്ട് ഒഴിച്ച് കൈസറോ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. പക്ഷേ എൻസോ വാസ് ടോപ്പ്. ഇനി എൻസോനെ ഡെവലപ്പ് ചെയ്യാനുള്ളത് ആ ഫിനിഷിംഗ് ടച്ച് ആണ്. ആ ഫൈനൽ ഫിനിഷിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് വി ഹാവ് എ മാഗ്നിഫിസന്റ് പ്ലെയർ ഓൺ ഇൻ അവർ ഹാൻഡ്സ്. ആൻഡ് എൻസോ ഫെർണാണ്ടസ് നമുക്ക് ഓൾറെഡി ഒരു ക്വാളിറ്റി ആണെന്നുള്ളത് അറിയാം. ആ ക്വാളിറ്റി നമുക്ക് വീണ്ടും എടുത്ത് കണ്ടു എന്നുള്ളത് തന്നെയാണ്. ഒരു അടിപൊളി ഒരു ബോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സ്റ്റേർലിങ്ങിനോട്. ടോപ്പ് പെർഫോമൻസ് ഫ്രം എൻസോ ഫെർണാണ്ടസ്. കോണർ ഗാലഹർ ഐ തിങ്ക് ഹാഡ് എൻ ഓക്കെ ഗെയിം. കോണറിന്റെ പണി ചെയ്തു. ബട്ട് ആ ഒരു കേളർ ഔട്ട്സൈഡ് ദ ബൂട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ ഗോൾ. സമയമായി കോണർ ഗാലഹർ, ഇഫ് ഹി ഈസ് ആൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ആ കോൺട്രിബ്യൂഷൻ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായി. ബട്ട് ഹി ഈസ് എ വർക്ക് ഹോസ്. അടിപൊളിയാണ്. ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആണ്. ബോൾ വിൻ ചെയ്യും, എടുക്കും. ബട്ട് നമ്മൾ കുറച്ചും കൂടെ കോർണറിൽ നിന്ന് ഗോൾസ് അല്ലെങ്കിൽ അസിസ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട സമയമായി. ആൻഡ് ഹി ഈസ് നോട്ട് പ്രൊവൈഡിങ് ദാറ്റ്. ആൻഡ് ആ ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് വേണ്ട അങ്ങനത്തെ ഒരു പ്ലെയറിനെയാണ്. കോർണർ ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്ലെയർ. നമ്പർ 8 ബോക്സ് ടു ബോക്സ് ഈ പറയുന്ന പോലെ ഡിസ്ട്രോയർ, ബോൾ കളക്ടർ, റീസൈക്കിളർ പോലുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് കുറച്ചും കൂടെ ഗോൾസ് ആണ്. അതുകൊണ്ട് കോർണറിന്റെ പെർഫോമൻസിൽ ഐ വുഡ് സേ ടു 6 ഔട്ട് ഓഫ് 10 എന്ന് വേണമെങ്കിൽ എന്റെ മനസ്സ് വേണമെങ്കിൽ പറയുന്നു. ഇപ്പുറത്ത് കോൾ പാൽമർ ഫാന്റാസ്റ്റിക് ഗെയിം. പുള്ളിക്കാരൻ അവസാനം 1-2 ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കാണിച്ചു. അത് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്തിട്ട് ബോൾ ഇങ്ങനെ എടുത്തിട്ട് അത് കറക്റ്റ് ഫ്ലിക്ക് ചെയ്ത്
ഫ്ലിക്ക് ചെയ്തിട്ട് ബോൾ അവിടെ പോയിന്നല്ല, ഫ്ലിക്ക് ചെയ്തിട്ട് അവന് മനസ്സിലായി ബോൾ ഇവിടെ വരുന്നുണ്ട്. ആ ആംഗിളിലേക്ക് അവൻ ഓടി. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ 1-2 സ്കിൽസ് വാസ് എക്സെപ്ഷണൽ. സോ ഹാപ്പി ടു സീ ഒരു പ്ലെയറിന് ഇത്രയും ടെക്നിക്കലി പ്രൊഫഷൻറ്റും ക്ലോസ് ബോൾ കൺട്രോളും ഒരു പ്ലെയറിനെ കാണാൻ വളരെ വളരെ സന്തോഷം. കോൾ പാൽമർ പെർഫോമൻസ് വാസ് എക്സെപ്ഷണൽ. 9 out of 10. ഐ തിങ്ക് മാൻ ഓഫ് ദ മാച്ച് കോൾ പാൽമറിനായിരുന്നോ എൻസോ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച് ശരിക്കും പറഞ്ഞത്. വെരി ഗുഡ് പെർഫോമൻസ് ഫ്രം കോൾ പാൽമർ. ഇനിയും ഇംപ്രൂവ്മെന്റ്, ഇനി ഇവിടെ നിന്ന് ഇനി വളർച്ചേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, വാട്ട് എ പ്ലെയർ വി ഹാവ് ഇൻ അവർ ഹാൻഡ്സ് എന്നുള്ളത്. അടിപൊളി. ബ്രോയ ഫുട് മോബ് കൊടുത്തത് 6.5 out of 10 ആണ്. ഞാൻ കൊടുക്കുന്നത് 4 out of 10 ആണ്. ചെക്കനെ കൊണ്ട് പറ്റില്ല. നോ പോയിന്റ്. ആദ്യത്തെ ഒരു ഗെയിമിൽ ഹി ഈസ് നോവേ നിയർ ഒരു പ്രീമിയർ ലീഗ് ടീമിന് തന്നെ പറ്റിയ ഒരു സ്ട്രൈക്കർ അല്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ റോ ആണ്. ഒരു ചാമ്പ്യൻസ് ലീഗിലൊക്കെ പോയിട്ട് ഒന്നും ഡെവലപ്പായി വരണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ജാക്സണുള്ള സമയത്തെ ഞാൻ ഇവനെ പറഞ്ഞാണ്, മച്ചാനെ ഇവനെ വെറുതെ ഹൈപ്പിലാണ് വന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു അവന് ഗെയിം ടൈം കിട്ടിയില്ല. ഇപ്പൊ കണ്ടല്ലോ, ഒരുപാട് ഇനി വിമർശിച്ചിട്ട് കാര്യമില്ല. അവനാ റോനസ് ആണ്, ആ ക്വാളിറ്റി വന്നിട്ടില്ല. അവന് ചാമ്പ്യൻഷിപ്പിൽ 1-2 സീസൺ ലോണി പോയാലേ കാര്യമുള്ളൂ. ഇതിനേക്കാളും എത്രയോ ഭേദമാണ് ജാക്സൺ. പക്ഷേ ജാക്സന്റെ വേറൊരു പ്രശ്നമുണ്ട്, ഫിനിഷിങ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ലോ ക്വാളിറ്റി സ്ട്രൈക്കേഴ്സ് ആണ്. നമുക്കൊരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ തന്നെ ആ ടീമിന്റെ അറ്റ്ലീസ്റ്റ് ആ മുഖച്ചായെങ്കിലും കുറച്ചെങ്കിലും മാറി കിട്ടും. റഹീം സ്റ്റേർലിംഗ് പെനൽറ്റി വിൻ ചെയ്തു എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷെ അതല്ലാണ്ട് പുള്ളിക്കാരന്റെ കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. സ്ഥിരം പല്ലവി തന്നെ. എപ്പോഴാണ് ഗജനിയാണ്, എപ്പോഴാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. റഹീം സ്റ്റേർലിംഗിന്റെ അടുത്ത് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ടോപ്പ് പെർഫോമൻസ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ച് അതൊരു കർശനമായ റേറ്റിംഗ് തന്നെയാണ്. ഫോർ മീ ഇറ്റ് ഇസ് 5 or 6 out of 10 റഹീം സ്റ്റേർലിംഗിനെ കുറിച്ച്. നോണി മാഡോക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നു. ഹി ഹാഡ് ദിസ് എക്സെപ്ഷണൽ കുറച്ച് മൊമെന്റ്. പക്ഷെ ഒരു ഫൈനൽ മൊമെന്റിൽ ഒരു നല്ലൊരു ത്രൂ ബോൾ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നോണി മാഡോക്കെ അത് മിസ്സാക്കി. പക്ഷെ എന്നാലും അതിനെക്കുറിച്ച് മാത്രം വെച്ചിട്ട് നമ്മൾ റേറ്റിംഗ് പറയേണ്ട കാര്യമില്ല. ഐ തിങ്ക് നോണി മാഡോക്കയുടെ ക്യാമിയോ വാസ് എക്സെപ്ഷണൽ. ഭയങ്കര രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. നോണി മാഡോക്കയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണു എന്നുള്ളൊരു ഫീൽ വന്നത്. നോണി മാഡോക്കയുടെയും നമുക്ക് നല്ലൊരു റേറ്റിംഗ് തന്നെ കൊടുക്കാം. പോച്ചറ്റിനോയിലേക്ക് വരാം. സാധാരണ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നു. അതായത് കൊഡാക് എന്നും പറഞ്ഞൊരു ക്യാമറ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിശ്വസിക്കുന്നു. കൊഡാക് ക്യാമറയുടെ ഏറ്റവും വലിയ എതിരാളി കൊഡാക്ക് പോലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല നോക്കിയ ഫോൺസ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് ആവുന്നുള്ളത്. കാരണം സ്മാർട്ട് ഫോൺസ് ക്യാമറയിൽ വന്നോടെ ഇവരെയൊക്കെ ഈ പറയുന്ന ഡിജിറ്റൽ ക്യാമറാസ് ഒക്കെ, ഹാൻഡ് ഹെൽഡ് ക്യാമറാസ് ഒക്കെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയി. അവർക്ക് ഏറ്റവും കൂടുതൽ അടി വന്നത് ഈ പറയുന്ന ഇത് തന്നെയാണ്. ഇത് ഞാൻ എന്താ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോമ്പറ്റീഷൻ നിൽക്കുമ്പോൾ നമ്മുടെ പൊസിഷനിൽ കളിക്കുന്ന ആളായിരിക്കും നമുക്കൊരു കോമ്പറ്റീഷൻ. മുഡ്രിക്ക് മനസാവാച കർമ്മ ചിന്തിച്ചിട്ടുണ്ടാവില്ല ലെഫ്റ്റ് ബാക്കായ ലെവി കോൾവിലായിരിക്കും തനിക്കൊരു കോമ്പറ്റീഷൻ എന്നുള്ളത്. എന്തിനാണ് പോച്ചറ്റിനോ ലെവി കോൾവിലിനെ അവിടെ കളിപ്പിച്ചതെന്ന് ഒരുത്തിനും ഒരു ഐഡിയ ഇല്ല. മാച്ച് ഫിറ്റ്നസ്സിലേക്ക് ആണെങ്കിൽ ഓക്കെ, പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു പോച്ചേ ഒന്നും പറയാനില്ല. എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി കൂതറ ഡിസിഷൻസ് എടുത്തളയും. ജയിച്ചത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ അലറി നിലവിളിച്ചൊരു പല ചിൽവൽ വന്നിട്ട് നല്ലോണം പണിയെടുത്തു. ചിൽവലിന്റെ പണി ചിൽവൽ എടുത്തു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ലെഫ്റ്റ് വിങ്ങർ, ഒരു സ്പെഷ്യലിസ്റ്റ് റോളിന് ഒരു ലെഫ്റ്റ് ബാക്കിനെ പിടിച്ചിട്ടിട്ട് എന്താ കാണിച്ചു കൂട്ടണമെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ കുറച്ചു നേരത്തേക്ക് നമ്മുടെ കാർനെച്ചുക്കോമൊക്കെ വന്നു. കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഹിറ്റ്മാൻ ആയ നമ്മുടെ ഗിൽക്രിസ്റ്റ് വന്നു. അവനെ ഞാൻ ഇനി ഹിറ്റ്മാൻ എന്നാണ് വിളിക്കാൻ പോകുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ തന്നെ അവൻ ആരെങ്കിലും തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവില വരുന്നത്, ആ പാഷനാണ് അവൻ കൊണ്ടുവരുന്നത്. സോ ഓവറോൾ വി വൺ, ദാറ്റ്സ് വെരി ഗുഡ്. ഫ്യൂ പ്ലെയേഴ്സ് പ്ലേഡ് ഇൻഡിവിജ്വലി. ആസ് എ ടീം നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ പഴയ കഥകളൊക്കെ തന്നെ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പെർഫോമൻസുകളൊന്നുമില്ല. പക്ഷെ ജയം, ഞാൻ നേരത്തെ വീഡിയോ തുടക്കം പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില നല്ല കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ആയി പോകും. 3 പോയിന്റുകൾ കിട്ടി. സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നമ്മൾ കളി ജയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു മൊമെന്റത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ കാണണം. വിമർശനങ്ങൾ എന്നും വിമർശനം തന്നെയാണ്, ഇല്ല എന്നുള്ള യാതൊരു സംശയവുമില്ല. ബട്ട് ഐ തിങ്ക് കാർനെ ചുക്വമെക്ക ഇൻസ്റ്റെഡ് ഓഫ് കോണർ ഗാലഹർ ഇനി വിൽ ചേഞ്ച് ഒരു പക്ഷെ നമ്മുടെ ചെൽസിയുടെ മുഖച്ഛായ. കാരണം കാർനെ ചുക്വമെക്ക ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിലേക്ക് വരാം. Do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.